പൂനെ എറണാകുളം എക്സ്പ്രസ് ട്രെയിനിൽ 2 വയസ്സുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഈ കഴിഞ്ഞ ജനുവരി 17-ന് ഉച്ചയ്ക്ക് തൃശൂർ ആലുവ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ വെച്ചാണ് കുട്ടിയെ കണ്ടത്. കുട്ടി നിലവിൽ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാണ് ഉള്ളത്. സ്നേഹമോൾ നയനാൻ വിവരങ്ങൾ നൽകും. സ്നേഹ, എങ്ങനെയായിരുന്നു കുട്ടിയെ കണ്ടെത്തിയതും ഈ ശിശുക്ഷേമ സമിതിയുടെ കൈകളിലേക്ക് കുഞ്ഞെത്തിയതും? കുഞ്ഞിൻ്റെ ഒക്കെയാണല്ലോ. ഈ കുഞ്ഞിൻ്റെ അച്ഛനമാരാരെന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം, അന്വേഷണം നടക്കുന്നുണ്ടോ? ദിവിഷ്, RPF ഉദ്യോഗസ്ഥർ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 17-ാം തീയതി ഏകദേശം 2 മണിയോട് കൂടിയായിരുന്നു പൂനെ എറണാകുളം ജംഗ്ഷൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ വെച്ച് തൃശ്ശൂരിനും ആലുവയ്ക്കും ഇടയിലുള്ള സ്റ്റോപ്പിൽ ഈ കുഞ്ഞിനെ ട്രെയിനിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന നിലയിൽ യാത്രക്കാർ കണ്ടെത്തിയത്. തുടർന്ന് ആലുവ സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും യാത്രക്കാർ കുഞ്ഞിനെ RPF ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയായിരുന്നു. RPF ഉദ്യോഗസ്ഥർ ചൈൽഡ് ലൈനെ വിവരമറിയിച്ചു. തുടർന്ന് കുഞ്ഞ് ഇപ്പോഴുള്ളത് ആലുവ പുല്ലുവഴിയിലെ ചൈൽഡ് ലൈനിലെ ഒരു സ്ഥാപനത്തിലാണ് ഉള്ളത്. അപ്പോൾ ഈ കുട്ടി ഉപേക്ഷിക്കപ്പെട്ടതാണോ അതോ ഇനി ഏതെങ്കിലും തരത്തിൽ കുട്ടിയെ കാണാതായതാണോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. പക്ഷേ റെയിൽവേ പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് കുട്ടിയെ ഉപേക്ഷിക്കാനാണ് സാധ്യത എന്നതാണ്. ഇതേ തുടർന്ന് CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തിനാണ് ഈ കുട്ടിയെ ഉപേക്ഷിച്ചത്, തുടർന്ന് ഈ കുട്ടിയുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലമോ ഒന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. ഏതായാലും കുഞ്ഞ് ഇപ്പോൾ സുരക്ഷിതനായി തന്നെയുണ്ട്, ആരോഗ്യവാനായി തന്നെയുണ്ട്. കുഞ്ഞ് ഈ ശിശുക്ഷേമ സമിതിയിലെ ആയമാരോടൊക്കെ തന്നെ അടുക്കുന്നുണ്ട്. പക്ഷേ ഏത് ഭാഷയാണ് കുഞ്ഞ് പറയുന്നത്, ഏത് സ്വദേശിയാണ് എന്ന കാര്യത്തിലൊന്നും വ്യക്തമായിട്ടില്ല. പക്ഷേ 1-2 വാക്കുകൾ, അമ്മ എന്നതടക്കമുള്ള 1-2 വാക്കുകളൊക്കെ ആയമാരോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. മറ്റ് കുട്ടികളോടൊപ്പം കളിക്കുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ്. ഏതായാലും 17-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. ഇന്ന് ഈ ഒരു ദിവസമായിട്ടും ഈ കുട്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. തുടർന്നാണ് ഈ റെയിൽവേ പോലീസ് കുട്ടിയുടെ ഈ ഫോട്ടോ അടക്കം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലവും അല്ലെങ്കിൽ കുട്ടി ആരാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമവും ഒക്കെ തന്നെ നടത്തുന്നത്. ഏതായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ദിനേശ്.